സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങളിപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു ദിവസം കഴിഞ്ഞു. 1.5 ദിവസമായി. കണ്ട ചുരം ബ്ലോക്ക് ആവാൻ കാരണം ആ ട്രെയിലറിൽ കയറ്റി വന്ന റോള് വീണ്. കണ്ട താഴ്ത്തിക്ക് വണ്ടിയിൽ നിന്ന് ചെരിഞ്ഞ് വീണ് ക്രെയിനിൽ വന്ന് സാധനം കയറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ വണ്ടികളൊക്കെ ഇതിന് താഴത്ത് വണ്ടികളുണ്ട് കേട്ടോ. ഇതൊരു കറവാണ്, എസ്കറവ് പോലത്തെ ഒരു കറവാണ്. ഇത് കയറ്റി റെഡി ആയാലാണ് തണുത്ത കാറ്റും ഇത് മാറാണ്ട് ഒരു ട്രാഫിക് തരില്ല. വണ്ടികൾ അവിടെ വരുന്ന വണ്ടികളുണ്ട്. ആ വണ്ടികളാണ് ബ്ലോക്ക് ഉണ്ടായിരിക്കണം. പെട്ടു കേസ് പെട്ടു. ഇന്നിപ്പോൾ 2ാമത്തെ ദിവസം ആവാറായി. ഇത്ര വലിയ ടണ്ണ് കയറ്റി വന്നിട്ട് ഈ വഴി ഓടിക്കുമ്പോൾ എപ്പോഴും റൈറ്റിൽ കൂടെ വരും. ഇവിടെ വഴി മോശത്തിൻ്റെയാണ്. വഴി ഭയങ്കര മോശമാണ്. എഡിച്ചൊക്കെ ഉണ്ട്. വഴി ഭയങ്കര മോശം. കുഴിക്കുള്ളതാണ്. അപ്പോൾ വലത് സൈഡിൽ കൂടെ ഇറങ്ങി വന്ന് വേണം വണ്ടി ഓടിച്ച് പോകാൻ. ഇതിപ്പോൾ വണ്ടി ഇവിടുന്ന് ഇതിലെ എഡ്ജിറക്കി അങ്ങനെ വണ്ടി ചെരിഞ്ഞേക്കാം. എഡ്ജ് എന്ന് പറഞ്ഞാൽ വഴി മോശമായിട്ടാണ് ഇറക്കി പിടിച്ചപ്പോൾ ലോഡാണ് ചെരിഞ്ഞു, വണ്ടി മറഞ്ഞു. ഇതിൽ കയറ്റി കഴിഞ്ഞാൽ ഇനി ട്രാഫിക് ജാം തീരുള്ളൂ. എത്ര വണ്ടിയാണെന്ന് അറിയാം. ഇനി അവരോട് കയറാനുണ്ടോ? ഇതേപോലത്തെ 2 കയറ്റിയാണ് താഴ്ത്തി കിടക്കണ്ട തന്നെ. ഇതേപോലത്തെ ഓരോന്നും കയറ്റിയാലും തീരുള്ളൂ കേസ്. അങ്ങനെ പെട്ടു കേസ്. എല്ലാം പണിപ്പാലുമളത്തിൽ. ഇവിടുന്ന് എപ്പോൾ പോകാൻ പറ്റാവോ? ടണ്ണുള്ള സാധനമാണെന്ന് പറയുന്നത്. ഇത് ഇരുമ്പിൻ്റെ കോയിലാകണ്ടെന്ന് തോന്നുന്നത്. വണ്ടി ലെവലല്ലാണ്ട് ഇത് കയറ്റി കഴിഞ്ഞാൽ വണ്ടി അത് കറക്റ്റ് ആവില്ലാണ്. അത് ബോഡി ചിരിയും. ആ വണ്ടി ലെവൽ ചെയ്തിട്ട് കയറ്റാണ്ട് വണ്ടി ലെവലല്ലാണ്ട് കയറ്റി കഴിഞ്ഞാൽ വണ്ടി ചിരിയണണ്ട. അതല്ല, ഇതിപ്പോ ഇങ്ങനെ കയറ്റി കഴിഞ്ഞാലേ വണ്ടിയാണ് ചിരിയാന്ന്. വണ്ടി ലെവൽ ചെയ്ത് നിർത്തണ്ടേ? അവരും പറഞ്ഞിരുന്നു ഈ സാധനം ഇറക്കി വെച്ചിട്ട് വണ്ടി സ്റ്റഡി ആയിട്ട് വണ്ടിയോട് വിടുക. എന്നിട്ട് തിരക്ക് കുറഞ്ഞതിന് ശേഷം തിരക്കുറവില്ല.
തിരക്കുറയില്ല. ഇനി ലോഡ് കയറ്റി ഇത് ഇന്നലെ രാത്രി 6 മണിക്ക് പറ്റിയ സംഭവമാണ്. ഇപ്പോൾ സമയത്തേ ഇപ്പോൾ 1.5 ദിവസമായി ഇപ്പോൾ ഇവിടെ നടക്കണം നമ്മൾ. രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ അവിടെ ഉണ്ട് ജോണി ചേട്ടൻ പറഞ്ഞേ ജോണി ചേട്ടൻ ഇപ്പോൾ തീരുന്നു പറഞ്ഞിട്ടുണ്ട്. എന്താവുന്ന അത് എന്നിട്ട് പറ്റിയെന്നറിയോ, ഈ വഴി കൂടെ റൈറ്റ് സൈഡ് പിടിച്ചിറങ്ങി പോകണം, റോങ് സൈഡ് പിടിച്ച് ഇറങ്ങി പോകണം. ഇത് ഈ എഡ്ജ് പിടിച്ച് ഇങ്ങനെ നോക്കിയാൽ ഈ എഡ്ജ് ഉണ്ടോ, ഈ എഡ്ജൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ വണ്ടി പറയണ്ട, ഈ എഡ്ജ് ഇങ്ങനെ ഇറങ്ങി പോയിണ്ടാവും. അങ്ങോട്ട് പിടിച്ചാലും അതിലെ ഈ സൈഡിൽ കൂടെ തന്നെ പിടിച്ചാലും പോകണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇതിലെ പിടിച്ചാൽ വണ്ടി ഇങ്ങനെ അങ്ങോട്ട് ശരി അങ്ങോട്ട് പോകും വണ്ടി. അല്ല ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാണ്ട് ചെയ്യണം. ഇപ്പോൾ ആ ലോഡ് കയറ്റിക്കുന്ന ആവശ്യമില്ലാന്ന്, വണ്ടി നേരായിട്ട് വേണ്ട ലോഡ് കയറ്റണമെങ്കിൽ അല്ലേ, ശരിയല്ലേ? അതിന് 2 ഉള്ളൂ അല്ലേ ആ വണ്ടി? ആ ഡ്രൈവറിൽ 2 ഉള്ളൂ. കുറിച്ചെന്തൊക്കെ പറയാനുള്ളത്? കാണാൻ പറ്റില്ലേ തന്നെ? എന്താ പറയാനുള്ള ബ്ലോക്കിനെ കുറിച്ച്? ബ്ലോക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം ഒരു വണ്ടിയിലെ ലീഫ് കൂട്ടിയിട്ടായിരുന്നു, ഇപ്രാവശ്യം ട്രെയിലർ മറിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ എക്സ്പ്രസ് വണ്ടി വന്ന വണ്ടിക്കാരൊക്കെ എടുക്കുന്നുണ്ട്. നിലമ്പൂരിൽ നിന്ന് വന്ന അനാറ് കയറ്റിട്ട് വന്ന വണ്ടിക്കാരെ 1.5 ദിവസം ലേറ്റ് ആണ്. ഇപ്പൊ വായി പിടിച്ചിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. കുറേ ലോഡൊക്കെ ചീത്തയായി പോയിട്ടുണ്ടാവും. പച്ചക്കറികൾ കയറ്റി വന്ന വണ്ടികളൊക്കെ നാസിക്ക് പെത്ത് വഴിയിലൊന്നും വരാണ്ടിരിക്കുക. വളരെ മോശപ്പെട്ട റോഡും പിന്നെ ബ്ലോക്കും ട്രാഫിക്. എൻ്റെ വണ്ടികളൊക്കെ മറയണാനോണ്ടേ എല്ലാ പ്രാവശ്യം ബ്ലോക്കാണ്. വിശേഷങ്ങള് ഓക്കെ ഗൈസ്, പറ്റണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് തീർന്നിട്ട് കാണാം.